ഗ്രന്ഥസമീക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് വിക്ടർ ആന്റണി. ഇന്ന് മലയാളത്തിലെ ഒരു ദ്വയാക്ഷരത്തെ അല്ലെങ്കിൽ ദ്വയാക്ഷര നാമധാരി 2 അക്കം മാത്രമുള്ള പേരുകാരൻ എം.ടി. എം.ടി. എന്ന് പറഞ്ഞാൽ മലയാളം അറിയുന്ന എല്ലാവർക്കും അറിയും. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ന് നാം ഓർമ്മിക്കുകയാണ്. നമ്മുടെ സാഹിത്യരംഗത്ത് എം.ടി. ഓളം വ്യക്തിഗതമായി സംഭാവന ചെയ്ത സാഹിത്യകാരന്മാർ വളരെ അപൂർവമായിരിക്കും. ഞാൻ പറയുന്ന പ്രത്യേകമാണ്, വ്യക്തിപരമായി ഇത്രയധികം മേഖലകളിൽ വ്യാപരിച്ച ഒരു മനുഷ്യൻ മലയാളത്തിൽ ജനിച്ചിട്ടില്ല. ഇനി ഒരു പക്ഷെ ജനിക്കാമായിരിക്കാം, പക്ഷെ ജനിച്ചിട്ടില്ല. അദ്ദേഹം വ്യാപരിക്കാത്ത ഏത് മേഖലയാണ്? ചെറുകഥ, നോവൽ, സിനിമ, തിരക്കഥ, ഇങ്ങനെ പത്രപ്രവർത്തനം, ആധുനികമായിട്ടുള്ള എഴുത്തുകാരെ വളർത്തിയെടുക്കൽ, ഒരു 2-3 പുരുഷ ജന്മങ്ങളിൽ ചെയ്യാൻ സാധിക്കാത്ത അത്ര കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ ഒരു ജന്മത്തിൽ തന്നെ ചെയ്തു തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം എം.ടിയെ കുറിച്ചുള്ള നമ്മുടെ അഭിമാനവും അഹങ്കാരവും. ഞാനിവിടെ ഓർമ്മിക്കാൻ പോകുന്നത് എം.ടിയുടെ മലയാളത്തിനുള്ള ഒരു സാഹിത്യ സംഭാവനകളെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു വ്യതിരിക്തമായ താല്പര്യത്തെക്കുറിച്ചാണ്. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായിരുന്നു. സാധാരണ എഴുത്തുകാരും തന്നെ നല്ല വായനക്കാരാവാറില്ല. അതേപോലെ നല്ല വായനക്കാർ എഴുത്തുകാരും ആവാറില്ല. ഇതിനൊരു അപവാദമായിരുന്നു, എക്സെപ്ഷനായിരുന്നു എം.ടി. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം നല്ലൊരു വായനക്കാരനും കൂടിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വായനയുടെ വ്യാപ്തി നമുക്ക് ആലോചിക്കാൻ സാധിക്കില്ല. ഇതെനിക്ക് മനസ്സിലായത് അദ്ദേഹം ഷെർലക് എന്ന ചെറുകഥ എഴുതിയപ്പോഴാണ്. അതിനെപ്പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഷെർലക് എന്ന ചെറുകഥ വായിച്ചു. അപ്പം നോക്കി, എനിക്ക് എവിടെയോ വായിച്ച പോലെ ഒരു ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയപ്പോഴാണ് P.G. വുഡൌസിൻ്റെ ഏകദേശം മുഴുവൻ കൃതികൾ എൻ്റെ കയ്യിലുണ്ട്, 95ഓളം. അതിൽ പരതിയപ്പോഴാണ് മുള്ളിനർ നൈറ്റ്സിൽ വെബ്സ്റ്റർ എന്ന പൂച്ചയെ കുറിച്ച്. ഞാൻ അനുകരണമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ അദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു ഉൾക്കാഴ്ച അദ്ദേഹം ഈ ചെറുകഥയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അപ്പോൾ നന്ന് ആലോചിച്ച് നോക്കൂ, വീക്കെൻഡിനെ വരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് P.G. വുഡൌസ്. ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു എന്താ പറയുക, വീക്കെൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ മലയാള ഭാഷയിലെ വുഡൌസ് ആണ് വീക്കെൻഡ് എന്നും പറയാം. അദ്ദേഹത്തെ പോലും, അദ്ദേഹത്തിൻ്റെ കൃതികൾ പോലും മുഴുവനും വായിച്ച് ആസ്വദിച്ച് മനസ്സിലാക്കി അതിലൊരു ചീന്ത് മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത പ്രതിഭാധനനാണ് എം.ടി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം.